إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, ലോകത്തെ നിയന്ത്രിക്കുന്ന റബ്ബിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് പാലിച്ച് മരണം വരെ ഈമാനും തഖ്വയും നിലനിർത്തി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തോടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായ ഏതൊരു സാധാരണക്കാരനും സുപരിചിതമായ പദമാണ് സാലിഹ് എന്ന പദം. പടച്ചോനെ, എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ, എൻ്റെ മക്കളെ സ്വാലിഹാക്കണേ, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യാൻ പടച്ചോനെ നീ അവസരങ്ങൾ നൽകണേ. ഇങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ നിരവധി സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദമാണ് സാലിഹ് എന്ന പദം. എങ്കിൽ എന്താണ് സാലിഹ്? ആരാണ് സാലിഹ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവൃത്തിപഥത്തിൽ മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം.
എന്താണ് സാലിഹ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അർത്ഥമാക്കുന്നത്? ഒരു മനുഷ്യൻ അവൻ്റെ നിർബന്ധ ബാധ്യതകളെല്ലാം നിർവഹിച്ചുകൊണ്ട്, അത് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യൻ അവൻ്റെ നിർബന്ധമായ ബാധ്യതകളെല്ലാം നിർവഹിച്ചുകൊണ്ട് നേരാവണ്ണം ജീവിക്കുന്നവനെയാണ് ഭാഷാപരമായി സാലിഹ് എന്ന് പറയുന്നത്. നിർബന്ധമായ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ 5 വയസ്സായാൽ നിർബന്ധമായി നേടേണ്ട വിദ്യാഭ്യാസം, അതവൻ്റെ നിർബന്ധ ബാധ്യതയാണ്. അതവൻ നേടണം. അത് കഴിഞ്ഞാൽ അവനവൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട മേഖലകളിലൊക്കെ നേരാവണ്ണം ചെയ്യേണ്ട കാര്യങ്ങൾ. വിദ്യാഭ്യാസം നേടി പ്രായമായി കല്യാണം കഴിച്ച് കുടുംബത്തെ നോക്കണം. കുടുംബവും കഴിഞ്ഞ് സമൂഹത്തോടുള്ള ബാധ്യത. ഇങ്ങനെ നിർബന്ധമായി അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നേരാവണ്ണം ജീവിക്കുന്നവനെ സാലിഹ് എന്ന പദം ഉപയോഗിക്കും. എന്നാൽ മതപരമായി ആരാണ് സാലിഹ് എന്ന് ചോദിച്ചാൽ, അള്ളാഹുമായുള്ള ബന്ധം സുദൃഢമാക്കുന്നവൻ, ഏറ്റവും നല്ല രീതിയിൽ പടച്ചോനുമായുള്ള ബന്ധത്തെ നിലനിർത്തിപ്പോരുകയും അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ ഒന്നുപോലും വീഴ്ച വരുത്താതെ അള്ളാഹു വിരോധിച്ചതിനെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ശരിയായി ജീവിക്കുന്നവനാണ് മതപരമായി ശറഇൽ സാലിഹ് എന്ന് പദം ഉപയോഗിക്കുന്നത്. ഈ രണ്ടർത്ഥത്തിലുമുള്ള സാലിഹ് എന്ന ഗുണം ഒരു മുസ്ലിമായ മനുഷ്യനുണ്ടാകുമ്പോൾ അവൻ നേടിയെടുക്കുന്ന സ്ഥാനമാണ് അള്ളാഹുവിൻ്റെ വലി എന്ന് പറയുന്ന സ്ഥാനം. നമ്മൾ സാലിഹാണോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. മതപരമായി പറഞ്ഞ അർത്ഥത്തിലും ഭാഷാപരമായി പറഞ്ഞ അർത്ഥത്തിലും ഞാൻ സാലിഹാണോ എന്ന പരിശോധന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഇനി എന്തിനാണ് ഞാൻ സാലിഹാകുന്നത്? അതിനുള്ള ഉത്തരവും പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ ഉത്തരം, നമ്മളെല്ലാവരും ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളും മാതൃകയായി കാണേണ്ട പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ ജീവിതത്തെ നോക്കി, ആ പ്രവാചകന്മാരെയും നമ്മെയും സൃഷ്ടിച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് ആ പ്രവാചകന്മാരെല്ലാം സ്വാലിഹീങ്ങളാണ് എന്നാണ്. നമ്മൾ മാതൃകകളാക്കേണ്ട പ്രവാചകന്മാരൊക്കെയും സ്വാലിഹീങ്ങളാണ്. അതുകൊണ്ട് അവരുടെ മാതൃക പിന്തുടരുന്ന നമ്മളും സ്വാലിഹീങ്ങളായി ജീവിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ പേരെടുത്തു പറയുന്നുണ്ട്. ആ പ്രവാചകന്മാരുടെയൊക്കെ പേരെടുത്തുകൊണ്ടും അല്ലാതെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട് അവരെല്ലാം സ്വാലിഹീങ്ങളാണ് എന്ന്. നമ്മുടെ ആദർശ പിതാവായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു അഭിസംബോധന ചെയ്യുന്നത് വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. അതേ, അല്ലാഹു അദ്ദേഹത്തെ ദുനിയാവിൽ സജ്ജനങ്ങളുടെ കൂട്ടത്തിലായി, സജ്ജനങ്ങളുടെ നേതാവായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. അദ്ദേഹം സാലിഹീങ്ങളുടെ കൂട്ടത്തിലായി നാളെ പരലോകത്ത് കടന്നു വരും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ മകനായ ഇസ്ഹാഖ് നബിയെ കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. വബശ്ശർനാഹു ബിഇസ്ഹാഖ നബിയ്യം മിനസ് സാലിഹീൻ. അദ്ദേഹത്തിനൊരു മകനായി സാലിഹും നബിയുമായ ഇസ്ഹാഖിനെ ഞാൻ പ്രദാനം ചെയ്തു. സാലിഹീങ്ങളിൽപ്പെട്ട നബി, സാലിഹായ നബിയാണ് ഇസ്ഹാഖ് എന്ന് പറഞ്ഞു. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വഅദ്ഖൽനാഹു ഫീ റഹ്മത്തിനാ ഇന്നഹു മിനസ് സാലിഹീൻ. നമ്മുടെ കാരുണ്യത്തിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. ഇന്നഹു മിനസ് സാലിഹീൻ, അദ്ദേഹം സാലിഹീങ്ങളിൽപ്പെട്ടവനാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയാണ് വയുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ല
വമിനസ് സാലിഹീൻ. അതേ ചെറുപ്പത്തിലെ തൊട്ടിയിൽ കിടന്ന് ജനങ്ങളോട് സംസാരിച്ച ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം സാലിഹീങ്ങളിൽ നിന്നുള്ള ആളാണ്. പരിശുദ്ധ ഖുർആൻ 4 പ്രവാചകന്മാരുടെ പേരെടുത്ത് ഒരായത്തിലൂടെ പറയാണ്, വസക്കരിയ വയഹ്യ വഈസ വഇല്യാസ കുല്ലും മിനസ് സാലിഹീൻ. ഇവരെല്ലാം സാലിഹീങ്ങളാണ്. 3 പ്രവാചകന്മാരുടെ പേരെടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, വഇസ്മാഈല വഇദ്രീസ വദൽകിഫ കുല്ലും മിനസ് സാബിരീൻ വഅദ്ഖൽനാഹും ഫി റഹ്മതിനാ ഇന്നഹും മിനസ് സാലിഹീൻ. ഇവരെല്ലാം സാലിഹീങ്ങളായിരുന്നു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ്, ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. അദ്ദേഹവും സാലിഹീങ്ങളിൽ പെട്ടവനാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ പേരെടുത്തുകൊണ്ട് അള്ളാഹു ഇവരെല്ലാം സാലിഹീങ്ങളാണ് എന്ന് പറഞ്ഞത് കേവലം അവരെ പുകഴ്ത്തി പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അവരുടെ ജീവിതം മാതൃകയായി ജീവിക്കേണ്ട ഒരു സമുദായം പിൽക്കാലത്ത് വരാനുണ്ട്. അവർക്കുള്ള മാതൃകയാണ് അവർ. ആ മാതൃക നമ്മൾ സ്വീകരിക്കണം. പ്രവാചകന്മാരൊക്കെ സ്വാലിഹീങ്ങളാണെന്ന് പറഞ്ഞ് അവർ സ്വാലിഹായതുകൊണ്ട് നമ്മളും സ്വാലിഹീങ്ങളാകും എന്നതല്ല. അവർ സ്വാലിഹാണ്, അതുകൊണ്ട് നമ്മളും സ്വാലിഹായി ജീവിക്കാൻ നമുക്കാകണം. സഹോദരങ്ങളെ, രണ്ടാമത്തത് നമ്മൾ ചെയ്യേണ്ടത്, അവർ സ്വാലിഹീങ്ങളാണ്, അതുകൊണ്ട് നമ്മളും സ്വാലിഹീങ്ങളാകാൻ പരിശ്രമിക്കണം. എങ്ങനെ പരിശ്രമിക്കണം? ഭാഷാപരമായും മതപരമായും സ്വാലിഹി എന്ന പദത്തിന് പറഞ്ഞ അർത്ഥം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടവനാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. രണ്ടാമതായി നമ്മൾ സ്വാലിഹാകാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനോടുള്ള നിരന്തരമായ പ്രാർത്ഥനയാണ്. പ്രവാചകന്മാരായിരുന്നിട്ടും അള്ളാഹു സ്വാലിഹാണെന്ന് വിശേഷിപ്പിച്ചിട്ടും അവരൊക്കെയും ഞങ്ങൾ സ്വാലിഹാണെന്ന് പറഞ്ഞ് കയ്യും കെട്ടി ഒരു ഭാഗത്തെ ഇബാദത്തുകളും അനുഷ്ഠിച്ച് മാറി നിൽക്കുകയായിരുന്നില്ല. മറിച്ച് അവരുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സന്ദർഭങ്ങളിലുള്ള പ്രാർത്ഥനകളൊക്കെയും അവർ പ്രാർത്ഥിച്ചത്, പടച്ചോനെ ഞങ്ങൾക്ക് ദുനിയാവ് തരുന്നതോടൊപ്പം ഞങ്ങളെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലായി ജീവിപ്പിക്കണേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പത്തിലെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയനായി പ്രായം ചെല്ലുമ്പോഴേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ അനുഗ്രഹങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാ സുഖസൗകര്യങ്ങളും നൽകിയ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ അവസാന കാലത്തെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിലെ പ്രാർത്ഥനയായി പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത്, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണേ എന്ന് ഒരു പ്രവാചകൻ, അള്ളാഹു സ്വാലിഹ് എന്ന് വിശേഷിപ്പിച്ച ഒരു പ്രവാചകൻ എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് മാതൃകയാണ്. പടച്ചോനെ എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കൽ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു സർവ്വ സൗകര്യങ്ങളും സുഖാനുഗ്രഹങ്ങളും വലിയ നിഅമത്തുകളും നൽകി അനുഗ്രഹിച്ച മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ കാണാം. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. പടച്ചോനെ, നീ എനിക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. നമ്മളെ മാതിരി നമ്മളെപ്പോലെ ഇല്ലായ്മയും വല്ലായ്മയും പ്രയാസങ്ങളും ദുഃഖങ്ങളും മാത്രമല്ല പറയാനുള്ളത്. നമുക്ക് കിട്ടിയ ചെറുതായും വലുതായും നമ്മൾ അനുഭവിക്കുന്ന സുഖാനുഗ്രഹങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാണ്, പടച്ചോനെ എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നീ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിന് നന്ദിയുള്ളവനായി ജീവിക്കാൻ എനിക്ക് അവസരം നൽകണം. നമ്മൾ എത്ര അനുഗ്രഹീതരാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേ. നടക്കാൻ കഴിയാത്തവൻ, അതുപോലെ തന്നെ കണ്ണ് കാണാത്തവർ, അതുപോലെ തന്നെ മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ, മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുന്ന എത്രയെത്ര ആളുകൾ നമുക്കിടയിലുണ്ട്. അതിൽ നിന്നെല്ലാം വിഭിന്നമായി എല്ലാ സുഖാനുഗ്രഹങ്ങളും തന്ന് ബുദ്ധിയും വിവേകവും സൗന്ദര്യവും അതുപോലെ തന്നെ ആരോഗ്യവും എല്ലാ നിഅമത്തുകളും പടച്ചോൻ തന്നിട്ട് എപ്പോഴെങ്കിലും അതിനെ മുൻനിർത്തി പറയാൻ നമുക്ക് മനസ്സിൽ തോന്നലുണ്ടായോ? എനിക്ക് പടച്ചോനെ ഇന്നതൊക്കെ നീ തന്നിട്ടുണ്ട്, നിനക്ക് നന്ദിയുള്ളവനായി ജീവിക്കാൻ എനിക്ക് അവസരം നൽകണേ എന്ന് ഒരു നിഅമത്തിനെ മുന്നിൽ വെച്ച് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ
എന്നാത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക. പടച്ചോനെ, മഹാനായ സുലൈമാൻ നബി പ്രാർത്ഥിക്കാണ്, എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ജീവിക്കാൻ എനിക്ക് അവസരം നൽകണേ എന്ന് മാത്രമല്ല, വഅലാ വാലിദയ്യ, എനിക്ക് മാത്രമല്ല എൻ്റെ വാപ്പാക്കും എൻ്റെ പിതാവിൻ്റെ പിതാവിനും എൻ്റെ വാപ്പമാർക്കൊക്കെയും നീ ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് തന്നെ ഓർമ്മയില്ല, പിന്നല്ല വാപ്പാക്ക് കിട്ടിയത്, നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്ക് കിട്ടിയത്, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കിട്ടിയത് ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുക. കിട്ടിയത് നിഅമത്താണെന്ന് പോലും തിരിച്ചറിയാതെ, ഇതെന്തോ എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ ശേഷി കൊണ്ട്, എൻ്റെ സുഖം കൊണ്ട്, എൻ്റെ സൗകര്യങ്ങൾ കൊണ്ട്, എൻ്റെ സമ്പത്തിൻ്റെ മികവ് കൊണ്ട് എനിക്കുണ്ടായതാണ്, ഞാൻ സ്വമേധയാ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന നിഅമത്തുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ള മറുപടി. സഹോദരങ്ങളെ, ചെറുതായും വലുതായും നമ്മളൊന്നും ദുനിയാവിൽ നിന്ന് നേടുന്നില്ല. പടച്ചോൻ തരാത്ത ഒന്നും, ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് പോലും പടച്ചോൻ തരാത്തതൊന്നില്ല. സഹോദരങ്ങളെ, ചിന്തിക്കുക. അദ്ദേഹം പറയാണ്, എനിക്കും എൻ്റെ വാപ്പാക്കും ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്, അതിന് നന്ദി ചെയ്ത് ജീവിക്കാൻ എനിക്ക് അവസരം നൽകണേ. പടച്ചോനെ, നീ തൃപ്തിപ്പെടുന്ന സ്വാലിഹായ കർമ്മം ചെയ്യാനും നീ എനിക്ക് അവസരം നൽകണം എന്ന് മാത്രമല്ല, വഅദ്ഖിൽനി ബിറഹ്മതിക, നിന്റെ കാരുണ്യത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കണം, നിന്റെ കാരുണ്യം ലഭിച്ചവരിൽ നീ എന്നെ പ്രവേശിപ്പിക്കണം. ഫീ ഇബാദിക സ്വാലിഹീൻ, ആ കാരുണ്യം ലഭിച്ചവരാരാണ്? സ്വാലിഹീങ്ങളാണ്. ആ സ്വാലിഹീങ്ങളിൽ എന്നെ പ്രവേശിപ്പിക്കണേ എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കാണ്. പ്രവാചകന്മാർ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്താൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, നിന്റെ വിധിവിലക്കുകൾ പടച്ചോനെ, നിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച്, നിന്റെ വിരോധങ്ങളെല്ലാം പാടെ ഉപേക്ഷിച്ച് നേരായ മാർഗത്തിലൂടെ, സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടക്കുന്നവനായി എന്നെ മാറ്റണേ എന്ന പ്രാർത്ഥന, അത് പ്രാർത്ഥിച്ചവരാണ് പ്രവാചകന്മാർ. അത് നമ്മളും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തില്ല. അള്ളാഹു പരിഗണിക്കില്ല ആ സ്ഥാനത്തേക്ക്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പടച്ചോൻ ആ കാര്യത്തെ പരിഗണിക്കുക പോലുമില്ല. നിങ്ങൾ പടച്ചോനോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പടച്ചോൻ പരിഗണിക്കില്ല. നമ്മൾ സ്വാലിഹീങ്ങളാവണം എന്നാഗ്രഹിച്ചാൽ മാത്രം പോരാ, ആഗ്രഹം പടച്ചോനോട് ചോദിക്കണം, എങ്കിൽ പടച്ചോൻ അത് നമുക്ക് നൽകും. മൂന്നാമത്തെ കാര്യം, ഒന്നാമത്തത് പ്രവാചകന്മാർ സ്വാലിഹീങ്ങളാണ്, രണ്ടാമത്തത് അവർ സ്വാലിഹീങ്ങളാകാൻ പ്രാർത്ഥിച്ചു, മൂന്നാമത്തത് സ്വാലിഹായ കർമ്മങ്ങളായിരിക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. ദിനവധി രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മൾ സംസാരം തുടങ്ങി, നമ്മൾ പ്രവർത്തനങ്ങൾ തുടങ്ങി, നമ്മൾ ഇടപാടുകൾ നടത്തി, വാഹനങ്ങളിലൂടെ സഞ്ചരിച്ച്, ദേശങ്ങളും പ്രദേശങ്ങളും കടന്ന്, പരിചയമുള്ളവരും പരിചയമില്ലാത്തതുമായ പല ആളുകളെയും കണ്ട് ഒരു ദിവസം നമ്മളിൽ നിന്ന് അവസാനിക്കുമ്പോൾ, ഈ ഇടങ്ങളിലെല്ലാം, ഈ സന്ദർഭങ്ങളിലെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ സ്വാലിഹായ കാര്യങ്ങളായിരിക്കണം. എന്താണ് സ്വാലിഹായ കർമ്മങ്ങൾ? പരിശുദ്ധ ഖുർആനിൽ ഞാൻ ആമുഖത്തിൽ ഓതി വച്ച ആയത്ത് സൂറത്തുൽ കഹ്ഫിൽ, നമ്മൾ ഇന്ന് പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്താണ്. അള്ളാഹു പറയാണ്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, എന്നെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ, നിങ്ങൾ എന്നെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹാ, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹിമഹുല്ല പറയാണ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധമായും ഐച്ഛികമായും നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിനോട് കൂറുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതാണ് സ്വാലിഹായ കർമ്മം എന്ന് പറയുന്നത്. നിർബന്ധമായും ഐച്ഛികമായും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനോട് ചേർന്ന് നിൽക്കുന്ന, ദീൻ പഠിപ്പിച്ച കാര്യങ്ങൾ, ദീനിലില്ലാത്ത കാര്യങ്ങളെല്ലാം ദീൻ പഠിപ്പിച്ച, ശറ അനുവദിച്ച, ശറ ഹലാൽ എന്ന് വിധി കൽപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മതം വിരോധിച്ച, മതത്തിലില്ലാത്ത കർമ്മങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മതത്തിലുള്ളത് പ്രവർത്തിക്കലാണ് സ്വാലിഹായ കർമ്മങ്ങൾ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ്? എൻ്റെ വാപ്പ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താണ് പോകുന്നത്, ആ വാപ്പയെ കണ്ടാണ് ഞാൻ നമസ്കരിച്ചത്,
എൻ്റെ വാപ്പയുടെ നമസ്കാരത്തിൽ കൈകെട്ടുന്നത് എവിടെയാണോ അവിടെയാണ് ഞാൻ കൈകെട്ടി തുടങ്ങിയത്. അല്ലാതെ എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് കൈകെട്ടേണ്ടത് ഇവിടെയാണ്, ആ കൈകെട്ടേണ്ട സ്ഥാനം നോക്കിയല്ല ഞാൻ കൈകെട്ടിയത്. എൻ്റെ വാപ്പ അവിടെയാണ് കെട്ടിയത്. എൻ്റെ വാപ്പാക്ക് താടിയുണ്ട്, അതുകൊണ്ട് ഞാനും താടിയുണ്ട്. എൻ്റെ വാപ്പാക്ക് താടിയില്ല, എൻ്റെ വാപ്പ എനിക്കും താടിയണ്ട. ഇങ്ങനെ വാപ്പമാരെ കണ്ട് ദീനിലെ കർമ്മങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കുള്ളത്. വാപ്പ എന്ത് ചെയ്തു, വാപ്പ ചെയ്തതാണോ നീ ചെയ്തത് എന്നല്ല പടച്ചോൻ ചോദിക്കുക. ഞാൻ പറഞ്ഞതും പഠിപ്പിച്ചതുമാണോ നീ ചെയ്തത് എന്ന ചോദ്യം മാത്രമാണ് നമ്മളോടുണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ വാപ്പകാരണവന്മാർ ചെയ്ത കാര്യങ്ങൾ നോക്കി ചെയ്തത് കൊണ്ടാണ് ഇന്ന് നാട്ടിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. പല ഇസ്ലാമികമായ പേരുള്ള കർമ്മങ്ങളിലും അനിസ്ലാമികതകൾ കടന്നു വരുന്നത് വാപ്പമാരെ പിന്തുടർന്നു പോരുന്ന കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടാണ്. അതേ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കുന്ന നേർച്ചയെപ്പോലും അതേ അമുസ്ലിങ്ങൾ അവരുടെ ആരാധനയായി കൊണ്ടാടുന്ന ഉത്സവത്തെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ ഇസ്ലാമിലെ നേർച്ചകളെ മോശമാക്കുന്നത് എന്തുകൊണ്ടാണ്? വാപ്പകാരണവന്മാർ ചെയ്തതിൻ്റെ താവഴിയായി പാരമ്പര്യമായി ചെയ്തത് കൊണ്ടാണ്. പ്രമാണങ്ങളിലില്ലാത്തതിൻ്റെ പിന്നാലെ പടച്ചോൻ പഠിപ്പിച്ചിട്ടുണ്ടോ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കാത്തതും പരിഗണിക്കാത്തതും കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. വിവാഹ മേഖല നമുക്ക് പറയേണ്ടതില്ലല്ലോ. ഏറ്റവും പവിത്രതയുള്ള ഒരു രണ്ട് കുടുംബങ്ങളെ ഏറ്റവും സുദൃഢമായ ബന്ധമാക്കി മാറ്റുന്ന വളരെ ബലവത്തായ ഒരു കാര്യം നടക്കുന്ന ആ വിവാഹത്തെ പോലും അശ്ലീലതകൾ നിറഞ്ഞ കാര്യങ്ങളാക്കി മാറ്റുന്ന അതേ ഫോട്ടോഷൂട്ട് കൊണ്ടും അതുപോലെ തന്നെ മ്യൂസിക് പരേഡ് കൊണ്ടും DJ പാർട്ടികൾ കൊണ്ടും മലീമസമാക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതേ എൻ്റെ അപ്പുറത്തെ വീട്ടുകാരൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ മൂത്താപ്പാൻ്റെ മോളുടെ കല്യാണം അങ്ങനെയായിരുന്നു, അതല്ലെങ്കിൽ ഇന്നയാളുടെ കല്യാണം അങ്ങനെയാണ്, അതുകൊണ്ട് എന്താണ് ഞാനും ചെയ്താൽ എന്താണ് കുഴപ്പം? മറ്റുള്ളവരെ നോക്കി ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്ന ആളുകളെ അമൽ സ്വാലിഹാത്താണോ നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ആളുകളെ നോക്കി ചെയ്യാനല്ല പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ദീനിനോട് യോജിച്ചത് ചെയ്യാനാണ്, പ്രവാചകൻ പഠിപ്പിച്ചത് ചെയ്യാനാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സ്വാലിഹായാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാലിഹി എന്ന ആ നാമത്തിനർഹരായി നമ്മൾ മാറുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സമൂഹം ചെയ്യുന്ന ബിദ്അത്തായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. റജബ് മാസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന അനവധി ബിദ്അത്തുകൾ ഉസ്താദുമാർ അതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് റജബിൻ്റെ പവിത്രത പഠിപ്പിക്കുന്ന ഒരു ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല എന്ന്. റജബിൻ്റെ പവിത്രത പഠിപ്പിക്കുന്ന, റജബിൽ എന്തെങ്കിലും വേറെ പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല. എന്നാലും റജബിൽ പ്രത്യേക നോമ്പ്, പ്രത്യേക നിസ്കാരം, പ്രത്യേക പ്രാർത്ഥനകൾ, പ്രത്യേക ഉംറ, പ്രത്യേക ബലികർമ്മങ്ങളൊക്കെയും നമ്മുടെ സമൂഹത്തിനിടയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെയും ബിദ്അത്തായ കാര്യമാണ്. ഈ കാര്യങ്ങൾ ചെയ്താൽ, ബിദ്അത്ത് മതത്തിലില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ സ്വാലിഹ് എന്ന പദവിയിലേക്ക്, സ്വാലിഹ് എന്ന നാമത്തിനർഹരായി നമ്മൾ മാറില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം തീരാ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, അമലു സ്വാലിഹാത്ത് ചെയ്യാത്തവരും ഒഴികെ. 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് വഅമിലു സ്വാലിഹാത്ത്, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യാത്തവര് നഷ്ടത്തിലാണ്, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്നവർ ലാഭത്തിലായിരിക്കും. അപ്പൊ സ്വാലിഹായ കർമ്മം എന്താണ്? അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ മതം വിലക്കാത്ത കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മതപരമായി നമ്മൾ നേടിയെടുക്കേണ്ട സ്വാലിഹി എന്ന പദവിയിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിക്കുക. നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആരാണ് സ്വാലിഹെന്നും എന്ത് ചെയ്താലാണ് സ്വാലിഹാവുക എന്നും
നാം പറഞ്ഞു വെച്ചത്. ഇനി സ്വാലിഹായാലുള്ള നേട്ടം എന്താണ്? എന്തിനാണ് നമ്മൾ സ്വാലിഹാവുന്നത്? ആ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ്? ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹു നമ്മെ ഏറ്റെടുക്കും. സൂറത്ത് ആറാഫിലൂടെ അള്ളാഹു പറയാണ്, ഇന്ന വലിയല്ലാഹു അല്ലദീന നസ്സലൽ കിതാബ വഹുവ യതവല്ലസ് സാലിഹീൻ. മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിത പ്രാരാബ്ദങ്ങൾ ഏറെയുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. സന്തോഷത്തോടൊപ്പം തന്നെ അതിനേക്കാൾ ശക്തമായ ദുഃഖകരമായ കാര്യവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ രക്ഷപ്പെടുന്ന മേഖലകൾ മാത്രമല്ല, നമ്മൾ പരാജയപ്പെടുന്ന മേഖലകളും ഉണ്ടാകും. ഈ മേഖലകളിലൊക്കെ വഹുവ യതവല്ലസ് സാലിഹീൻ, അല്ലാഹു സാലിഹീങ്ങളെ ഏറ്റെടുക്കും. മനുഷ്യന്റെ പരിമിതി, മനുഷ്യന്റെ കഴിവിന്റെ പരിമിതി എത്തി നിൽക്കുന്ന സമയങ്ങൾ വരാറുണ്ട്. അപകടങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ. നിസ്സാരമൊരു രോഗം വന്നാൽ നമ്മളെ കൊണ്ട് നമ്മുടെ ആവുന്ന എല്ലാം ചെയ്താലും അസുഖം മാറാത്ത ആളുകളുണ്ട്. നമ്മുടെ പരിമിതി അവസാനിക്കാണ്, നമുക്ക് ആവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾക്ക് അസുഖം വന്നാൽ ആവണൊക്കെ നമ്മൾ ചെയ്യും. നമ്മുടെ പരിമിതി അവിടെ തീരാണ്. ആരാണ് ഈ രോഗം മാറ്റേണ്ടത്? വഹുവ യതവല്ലസ് സാലിഹീൻ. അള്ളാഹു ഇത്തരം പ്രതിബന്ധങ്ങളിൽ നിന്നൊക്കെ, ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ സ്വാലിഹീങ്ങളെ അള്ളാഹു ഏറ്റെടുക്കും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയണത്, പ്രവാചകന്മാർ അവരഭിമുഖീകരിച്ച പ്രതിസന്ധികൾ. മഹാനായ മൂസാ നബി ചെങ്കടലിന്റെ മുന്നിൽ അകപ്പെട്ടത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ അകപ്പെട്ടത്, ഇവിടെയൊക്കെ ഇവര് രക്ഷപ്പെടാൻ കാരണം അവർ സ്വാലിഹീങ്ങളായതുകൊണ്ടാണ്. വഹുവ യതവല്ലസ് സാലിഹീൻ, അല്ലാഹു സ്വാലിഹീങ്ങളെ ഏറ്റെടുക്കും. നമ്മൾ സ്വാലിഹീങ്ങളാണെങ്കിൽ നമ്മുടെ പരീക്ഷണങ്ങൾ എനിക്കുള്ളതല്ല നിങ്ങൾക്കുള്ളത്, ഓരോരുത്തർക്കും വ്യത്യസ്തമായതുണ്ട്. ഇല്ല എന്ന് പറയാൻ ഒരാൾക്കും ആകില്ല. എത്ര വലിയ സുഖങ്ങളിൽ ജീവിക്കുന്നവനും പ്രയാസമുണ്ട്. ആ പ്രയാസങ്ങളിൽ അള്ളാഹു ഏറ്റെടുക്കും. രണ്ടാമത്തെ കാര്യം, സ്വർഗീയ സുഖങ്ങൾ അവർക്കുള്ളതാണ്. സ്വർഗം ആഗ്രഹിച്ചാണ് ഈ ദുനിയാവിൽ വെള്ളിയാഴ്ചയും അതല്ലാത്ത നമസ്കാരങ്ങൾക്കുമൊക്കെ പള്ളിയിലേക്ക് വരുന്നത്. മറ്റൊരു പണിയുമില്ലാത്തത് കൊണ്ടല്ല, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പള്ളിയിലേക്ക് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലഖദ് കതബ്നാ ഫിസ് സബൂരി മിൻ ബഅദി ദിക്രി അന്നൽ അർള യരിസുഹാ മിൻ ഇബാദിയസ് സാലിഹൂൻ. അള്ളാഹുവിൻ്റെ സ്വർഗം അനന്തരം എടുക്കുന്നത് സാലിഹീങ്ങളാണ്. അവർക്കാണ് സ്വർഗമുള്ളത്. മൂന്നാമത്തത്, നാം അറിയാതെ നമുക്ക് 5 നേരവും സത്യവിശ്വാസികളുടെ പ്രാർത്ഥന ലഭിക്കും. അവസാനത്തെ തശഹൂദിൽ നമ്മൾ പ്രാർത്ഥിക്കാണ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മൾ സ്വാലിഹാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയുടെ പ്രതിഫലം നമുക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്നഹു ഇദാ ഖാല ദാലിക അസാബ കുല്ലു അബ്ദിൻ സാലിഹിൻ ഫിസ് സമാഇ വൽ അർള്. ലോകത്തുള്ള ആര് പ്രാർത്ഥിച്ചാലും, എന്ത് പ്രാർത്ഥിച്ചാൽ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എനിക്കും ലോകത്തുള്ള മുഴുവൻ സ്വാലിഹീങ്ങൾക്കും നീ സമാധാനം നൽകണേ എന്ന് 5 നേരം നമസ്കാരങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഒരു അജ്ർ, അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലനമുണ്ടാകും, സമാധാനം കിട്ടും നമ്മൾ സ്വാലിഹാണെങ്കിൽ. നാലാമത്തത്, മരണവേളയിൽ മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിക്കും നമ്മൾ സ്വാലിഹാണെങ്കിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇദാ കാന റജുലുൻ സ്വാലിഹൻ, മരണപ്പെടുമ്പോൾ ആത്മാവിനെ പിടിക്കാൻ മലക്കുകൾ നമ്മുടെ ചുറ്റും വന്നിരിക്കും. ഫഇദാ കാന റജുലു സ്വാലിഹൻ, ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ ആത്മാവാണ് പിടിക്കാൻ വരുന്നത് എങ്കിൽ അവർ പറയും, ഉഖ്റുജി അയ്യതുഹൻ നഫ്സു തയ്യിബ, സമാധാനത്തോടെ തയ്യിബായ ആത്മാവേ ഇങ്ങോട്ട് പോരൂ, അബ്ശിറു, നീ സന്തോഷിച്ചോളൂ,
ബിൽ ജന്നത്തില്ലതി കുന്തും തുഅദൂൻ, നിനക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ട്, അതിലേക്ക് പോരൂ എന്ന് പറഞ്ഞ് മലക്കുകൾ നമ്മളെ വിളിക്കും. ഇത് സ്വാലിഹീങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടമാണ്. അഞ്ചാമത്തത്, മയ്യത്ത് കട്ടിലേറി പോകുമ്പോൾ മയ്യത്ത് കുളിപ്പിച്ച് വെച്ച മയ്യത്തിനെയും കാത്തിരിക്കാൻ ആരെ? ഗൾഫിൽ നിന്ന് മോൻ വരാനുണ്ട്. ആ മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട്, എന്നെ വേഗത്തിൽ കൊണ്ടുപോകൂ, വേഗത്തിൽ കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ആ മയ്യത്തിനെ വെച്ചാണ് വാപ്പ വരാനുണ്ട്, മോൻ വരാനുണ്ട്, ഇന്നാള് വന്നിട്ടില്ല, പരലോകത്ത് വെച്ച് കാണാം എന്ന് മുഅ്മിനായ മനുഷ്യൻ, ഈമാൻ ഉറച്ചവൻ പറയും. വരുമ്പോ വരട്ടെ, വാപ്പാനെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറയും. അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. വാപ്പ വരട്ടെ, മോൻ വരട്ടെ എന്നാണ് പറയണത്. തെറ്റാണത്. ആ മയ്യത്ത് വിളിച്ചു പറയാൻ, സാലിഹായ മയ്യത്താണെങ്കിൽ അത് വിളിച്ചു പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗത്തിൽ കൊണ്ടുപോകൂ, വേഗത്തിൽ കൊണ്ടുപോകൂ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത്, ആ വിളിച്ചു പറയണത് മനുഷ്യരല്ലാത്ത സർവ്വ ജീവജാലങ്ങളും അത് കേൾക്കും. മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നെങ്കിൽ ലസഹിഖ ഫിൽ അർള്, ഭൂമിയിൽ അവർ ബോധരഹിതരായി വീഴുമായിരുന്നു. അവൻ നല്ല മയ്യത്ത് ഇങ്ങനെ വിളിച്ചു പറയും, വേഗത്തിൽ കൊണ്ടോ, വേഗത്തിൽ കൊണ്ടോ. മോശം മയ്യത്താണെങ്കിലോ, സ്വാലിഹല്ലാത്ത മയ്യത്താണെങ്കിലോ, എന്നെ കൊണ്ടോല്ലേ, എൻ്റെ കൊണ്ടോവല്ലേ എന്ന് വിളിച്ചു പറയും. അപ്പം മരണസമയം വരെ നമുക്ക് ഏറ്റവും നേട്ടം നേടിത്തരുന്ന വലിയൊരു പദവിയാണ് സ്വാലിഹി എന്ന പദവി. ആ പദവി നേടിയെടുക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ഓർത്തെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കുക. നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹ് എന്ന പദവിക്ക് നിരക്കാത്ത കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു അകറ്റിത്തരുമാറാകട്ടെ. അത്തരം കാര്യങ്ങൾക്ക് സാക്ഷിയാകുന്നതിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന സ്വതക്ക, വെള്ളിയാഴ്ചയിലെ സ്വതക്ക ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് നിത്യരോഗികളായി, നമുക്കറിയാം, ഒരു ചെറിയ രോഗം വന്നാലുള്ള വിഷമകരമായ അവസ്ഥ നമുക്കറിയാം. അത് കിടപ്പിലായ ഒരു രോഗിയാണെങ്കിൽ വീട്ടുകാർക്കും അവരെ നോക്കുന്ന ആളുകൾക്കും എന്തുമാത്രം പ്രയാസമാണ്. എന്നാൽ അത്തരം രോഗികളെയൊക്കെ പരിഹരിച്ചുകൊണ്ട്, അവരെയൊക്കെ കെയർ ചെയ്തുകൊണ്ട്, അവരൊക്കെ സംരക്ഷിച്ചുകൊണ്ട് സേവന പ്രവർത്തന രംഗത്തുള്ള ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ആത്മാർത്ഥമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, മൻ ഫറജ ഖുർബത്തൻ, ആരെങ്കിലും ഒരടിമയുടെ ദുനിയാവിലെ പ്രയാസം നീക്കിക്കൊടുത്താൽ ഫറജല്ലാഹു മിൻ ഖുറബി യൗമൽ ഖിയാമ, അള്ളാഹു അവൻ്റെ പരലോകത്തെ പ്രയാസം നീക്കിത്തരുമെന്നാണ്. ആരെങ്കിലും തൻ്റെ ഒരടിമയുടെ, മറ്റൊരാളുടെ സഹോദരൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു എടുക്കുന്ന ആവശ്യത്തിലായാൽ അള്ളാഹു നമ്മുടെ കാര്യം നിർവഹിച്ചു തരുന്നതിനുണ്ടാകും. അതുകൊണ്ട് ഈ ഹദീസുകളൊക്കെ മനസ്സിൽ കണ്ട് ഈ ഒരു അവസ്ഥ, ഈ ഒരു രോഗാവസ്ഥ എനിക്കും വരല്ലേ എന്ന നിയ്യത്തോടെ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സറിഞ്ഞ് ആ സ്വതക്കയിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പാക്കണം എന്ന് ആത്മാർത്ഥമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും സ്വതക്കകളും സ്വീകരിച്ചർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട്, അശ്രദ്ധ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അർഹമുറാഹിമായ റബ്ബു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. രോഗം കൊണ്ട് ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. നമ്മുടെ ഖത്തീബ് പോലും ശബ്ദത്തിൻ്റെ പ്രയാസം കൊണ്ട് റെസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം വീട്ടിൽ റെസ്റ്റിലാണ്. അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെയും ദീനീ രംഗത്ത് വലിയ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാർത്ഥമായി നിരവധി ഖുർആൻ ക്ലാസുകൾ, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമ് പഠിപ്പിക്കുന്ന ഖുർആൻ ക്ലാസുകൾ, നിരവധി ക്ലാസുകളാണ് അദ്ദേഹത്തിനുള്ളത്. ധാരാളം ആളുകൾക്ക് അറിവ് ലഭിക്കുന്ന ആ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഉസ്താദിൻ്റെ ആ ഒരു വിട്ടുനിൽക്കൽ, ആ ഒരു റെസ്റ്റ് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടി നമ്മളൊക്കെയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരന് വേണ്ടിയുള്ള അവൻ്റെ അസാന്നിധ്യത്തിലുള്ള പ്രാർത്ഥന അത് നമുക്കേറെ പ്രയോജനപ്പെടുന്നതാണ്. നമ്മൾ എന്താണോ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതേ കാര്യം മലക്കുകൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്നാണ്. ആ ഒരു കാര്യം മുൻനിർത്തി
ഉത്തരം ലഭിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ദീനീ ദഅവാ രംഗത്തെ സജീവ സാന്നിധ്യമായി ധാരാളം കാലം നിലനിൽക്കാൻ അദ്ദേഹത്തിന് ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.